നമസ്കാരം. ഭരണഘടനയുടെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ട ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞ പാർട്ടിൽ നോക്കിയിരുന്നു. ആ വീഡിയോ കാണാത്തവർ കാണുക. ഇനി നോക്കേണ്ട ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ഭരണഘടന വഴിയും വഴികാട്ടിയും. ഇവിടെ ഗാന്ധിജിയുടെ ഒരു ഉദ്ധരണിയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ എന്ന ന്യൂസ് പേപ്പറിൽ 1931 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വേർഡിങ്സ് ആണ്. അപ്പോൾ എന്താണ് ഗാന്ധിജി പറയുന്നത്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. അപ്പോൾ ഈ വാചകം തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കണം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പത്രമാണ് യങ് ഇന്ത്യ. അത് 1931 പ്രസിദ്ധീകരിച്ച പത്രത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കി വയ്ക്കുക. ഇതിലത്തെ വേർഡ് തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കാം. അടുത്ത് നോക്കാം. ഞാൻ സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? അല്ല, സ്വാതന്ത്ര്യത്തിന് വളരെ മുമ്പ് തന്നെ ഭരണഘടനയെക്കുറിച്ച് പല വ്യക്തികളും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? അപ്പോൾ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാക്കണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? അതാണ് ഈ ഇതിൽ പറയുന്നത്. അപ്പോൾ പറയുന്നത് പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? മതേതരത്വം, ലഹരി വസ്തുക്കളുടെ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഭരണഘടനയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം, ലഹരി വിമുക്തം എന്നിങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നൊക്കെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അടുത്തത് ഭരണഘടന. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം ശക്തപ്പെട്ടു. എല്ലാ സൈനികരും, ഗോത്രവർഗക്കാരും, രാജാക്കന്മാരും, പ്രഭുക്കന്മാരും, കർഷകരും എല്ലാവരും നിരവധി വിഭാഗങ്ങളിലാണ് സമരത്തിൽ ഇങ്ങനെ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. വൈദേശിക ആധിപത്യത്തിനെതിരെ
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകളൊക്കെ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. അതായത് ഇന്ത്യൻ അസോസിയേഷൻ രൂപപ്പെട്ടത് 1876 പൂനെ സാർവജനിക് സഭ 1870 മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ 1852 രൂപം കൊണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയുടെ പ്രാദേശിക സംഘടനകളാണ്. ചില പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിലൊരു സംഘടന ഉയർന്നു വന്നു. ഇത് 1885 രൂപീകൃതമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 അവ ഡേറ്റും മാസവും തീയതിയെല്ലാം ഒക്കെ ഒരുമിച്ച് ചോദിക്കാറുണ്ട്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ഒരു സംഘടനയാണ്. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക, വിദേശ ഭരണം അവസാനിപ്പിക്കുക, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക എന്നിവയ്ക്കായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ. അതുപോലെ ഗാന്ധിജി വന്നതിന് ശേഷം ഗാന്ധിജിയുടെ സ്വാധീനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് പുതിയൊരു മാനം നൽകി. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയം ശക്തമാക്കി. അതുപോലെ സ്വാതന്ത്ര്യം, സാഹോദര്യം, മതസൗഹാർദ്ദം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം എന്നിവയായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചതും ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചതുമായ ആശയങ്ങൾ. അപ്പോൾ ഇതിൽ ചോദ്യം വരാം, ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചത് ഏതൊക്കെയാണെന്ന്. സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളാണ് ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത്. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളാണ് ദേശീയ നേതാക്കളൊക്കെ മുന്നോട്ട് വെച്ചത്. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. ഇതിൽ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം എന്നിവയൊക്കെയാണ് ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം എന്നിവയൊക്കെയാണ് ഒരു ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ. ഇനി ഭരണഘടനയുടെ മുൻഗാമി. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും? ഇങ്ങനെയുള്ള സംശയം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രധാന സവിശേഷതകളാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ രൂപീകരിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. പിന്നെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 321 ഭാഗങ്ങളും 10 പട്ടികകളുമാണ് ഈ ആക്ടിനുണ്ടായിരുന്നത്. 6 പ്രവിശ്യകളിലും കേന്ദ്രത്തിലും ദ്വിമണ്ഡല സഭകൾ നിർദ്ദേശിച്ച നിയമമാണിത്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ച് നൽകിയ നിയമം. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം എന്നിവയൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി ഭരണഘടന നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ കമ്മീഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് 1946 ഡിസംബർ 6.
അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണ്. ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു എന്ന് ഓർത്തു വയ്ക്കണം. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ BR അംബേദ്കറാണ്. നിർമ്മാണ കാലയളവ്, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഭരണഘടന നിർമ്മിക്കാൻ ആവശ്യമായ സമയം 2 വർഷം 11 മാസം 17 ദിവസം എടുത്തിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയെടുത്തത്. 2 വർഷം 11 മാസം 17 ദിവസം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-ന്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് അന്ന് ഡിസംബർ 9-നുള്ള സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഡിസംബർ 11-ന് തിരഞ്ഞെടുത്തിരുന്നു. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതും ഡോക്ടർ BR അംബേദ്കറാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ നിലവിൽ വന്നത് ഭരണഘടനാ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. കുറ്റമറ്റ ഭരണഘടനയ്ക്ക് നമുക്ക് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായി ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കിയിട്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തത് സവിശേഷതകൾ ഒട്ടേറെ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26-ന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നത് നിയമവാഴ്ച. അതായത് അധികാരികളാണ്. ഈവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിൽ കൂടി അദ്ദേഹവും നിയമത്തിന് മുകളിലല്ല എന്നാണ് പറയുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതായത് നിശ്ചിത പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. നിയന്ത്രണവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ വിഭാഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ്. അതായത് നിയമനിർമ്മാണം കോടതിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കും. ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഏക പൗരത്വം. രാജ്യത്തെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വങ്ങളില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായം, ജനങ്ങളുടെ പരമാധികാരം, മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സംയുക്ത ഭരണവ്യവസ്ഥ, അതുപോലെ ഫെഡറലിസം, ഏക പൗരത്വം, നിയമവാഴ്ച, മൗലിക കടമകൾ എന്നിവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അവയിൽ ശരിയായവയ്ക്ക് നേരെ സ്മൈലിയും ഇങ്ങനെ ഇട്ടു. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്.
അതായത് കോടതികൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കോടതിക്ക് കോടതിക്ക് സ്വതന്ത്രമായ അവകാശങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. അത് ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അത് ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അത് ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. അങ്ങനെയില്ല. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമുള്ള സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. അത് ശരിയാണ്. അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. അത് ശരിയാണ്. മൗലിക അവകാശങ്ങളും അതുപോലെ കൂടാതെ മൗലിക കടമകളുമുണ്ട്. നമുക്ക് രാഷ്ട്രത്തോടെ ചില മൗലിക കടമകളുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളാണ് ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ്സ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. കുറേ നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ദുരന്ത നിവാരണ നിയമം, ബാലവേല നിരോധന നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? ബാലവേല നിരോധന നിയമം, അതുപോലെ ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവയ്ക്ക് കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012, അതായത് പോക്സോ ആക്ട് 2012. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നു. ഈ നിയമത്തെക്കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് PSC എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യനാണ് പോക്സോ ആക്ടിനെ കുറിച്ചിട്ടുള്ളത്. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. അതായത് പോക്സോ ആക്ടിൻ്റെ വകുപ്പ് 19 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാം. വകുപ്പ് 19 എന്താണ് പറയുന്നത് എന്ന് ചോദിക്കാം, നോക്കി വയ്ക്കുക. വകുപ്പ് 19 പറയുന്നത് ഒരു ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ മോണിറ്ററിംഗ് സെല്ല്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരമാണ് ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതും ചോദിക്കാം. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരു മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ നിയമത്തിൻ്റെ 44 വകുപ്പ് പ്രകാരമാണ് നിയമത്തിന് ഇങ്ങനെ ഒരു മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിരിക്കുന്നത്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷയാണ് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ ആക്ട് 2012. അപ്പോൾ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്
1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിന് ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് 2012 ഈ നിയമം പാസാക്കിയത്. പോക്സോ ആക്ട് പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പോക്സോ നിയമപ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പോക്സോ ആക്ട് പ്രകാരം കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് താഴെയുള്ളവരാണ്? അപ്പോൾ 14ഉം 16ഉം ഒക്കെ ഓപ്ഷനിൽ കാണാം. അപ്പോൾ 18 വയസ്സാണ് ഉത്തരം. മാത്രമല്ല പോക്സോ നിയമത്തിൽ ആൺകുട്ടി പെൺകുട്ടി എന്ന് എടുത്ത് പറയുന്നില്ല, കുട്ടി എന്ന് മാത്രമാണ് പറയുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് ഈ നിയമം ഓരോ കുട്ടിക്കും ലഭ്യമാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്തത് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഇതൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ. അടുത്തത് പ്ലക്കാർഡ്. ഇത് കുട്ടികൾക്ക് ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചിട്ടുള്ള പ്ലക്കാർഡ്. ഇത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ്. നമുക്ക് അടുത്ത് നോക്കാം. മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ചിത്രം പരിശോധിച്ച് താഴെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭേദഗതി 1. 1951 പട്ടികകളുടെ എണ്ണം 9 ഭേദഗതി 42. 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. ഭേദഗതി 44. 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി. ഭേദഗതി 73-74. 1992 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു. ഭേദഗതി 86. 2002 വിദ്യാഭ്യാസം മൗലികാവകാശമായി. ഭേദഗതി 101. 2016 ചരക്കു സേവന നികുതി അതായത് GST നിലവിൽ വന്നു. ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇവിടെ എഴുതാണ്. ഭേദഗതി 106 ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. ഇനി അടുത്തത് നമുക്കിവിടേക്കുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ 1976 ഏതെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തത്? 1976 42 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് 1976 42 ഭേദഗതിയിലൂടെയാണ്. ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്ന ഒരു ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. 1950 ജനുവരി 26. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്? ഏത് വർഷം? ഭരണഘടനയിലെ ഒന്നാം ഭേദഗതി 1951 പട്ടികകളുടെ എണ്ണം 9 ഉയർത്തി. അതായത് ഒന്നാം ഭേദഗതിയിൽ പറയുന്നത് അടിയന്തരാവസ്ഥ സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് ഒന്നാം ഭേദഗതി. 9ാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി നിലനിന്നു? സ്വത്തവകാശം 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായത്. 1978 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം വെറും ഒരു നിയമാവകാശമാക്കി മാറ്റിയത്. ഇത് ആർട്ടിക്കിൾ 300A ഇപ്പോൾ ഉള്ളത്. മുമ്പ് ആർട്ടിക്കിൾ 31 അപ്പോൾ സ്വത്തവകാശം 1950 നിലവിൽ വന്ന ഭരണഘടനയിൽ 1978 വരെ സ്വത്തവകാശം മൗലികാവകാശമായി നിലനിന്നു. ഏതാണ്ട് 28 വർഷത്തോളമാണ് സ്വത്തവകാശം മൗലികാവകാശമായിട്ട് നിലനിന്നത്. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ? എന്നു മുതൽ?
2002 86 ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 86 ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. അന്നു മുതൽ വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറി. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? 106 തവണയാണ്. 106ാമത്തെ ഭേദഗതിയാണ് ഏറ്റവും അവസാനത്തെ ഭേദഗതി. അതായത് നാരീശക്തി വന്ദൻ അധിനിയം. നാരീശക്തി വന്ദൻ അധിനിയത്തിൽ പറയുന്നത് ഇത് 106ാം ഭേദഗതി 2023 ഇത് നിലയിൽ വന്നത്. ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്ത ഭേദഗതിയാണിത്. അവ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഭരണഘടനാ ഭേദഗതി എന്നുള്ള ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കിൾ. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാം, ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം? പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നൊക്കെ ഓപ്ഷനിൽ കാണാം. പക്ഷേ പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല എന്നും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പഞ്ചായത്ത് രാജിനെ കുറിച്ചും നഗരപാലിക നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഭേദഗതി 73, 74 പറ്റി നോക്കാം. ഭേദഗതി 73 പഞ്ചായത്ത് രാജ് നിയമത്തിനെ കുറിച്ചാണ് പറയുന്നത്. പഞ്ചായത്ത് രാജിന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതിയാണ് 73ാം ഭേദഗതി. ഇത് പട്ടിക 11ാം പട്ടിക കൂട്ടിച്ചേർത്തത് 73ാം ഭേദഗതിയിലൂടെയാണ്. പിന്നെ 74ാം ഭേദഗതിയിൽ നഗരപാലിക നിയമത്തിന് ഭരണഘടന ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 74ാം ഭേദഗതി. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ 1973 ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇനി വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ആഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അപ്പോൾ 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. അതിനുശേഷം 2009 വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിലവിൽ വന്നപ്പോൾ അതിലാണ് 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വരുത്തണമെന്ന് പറയുന്നത്. അടുത്ത ചെറു ഭരണഘടന. 1976 42ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം. സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധതരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാകും അതിൻ്റെ കാരണങ്ങൾ? ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നിവയൊക്കെ ഇതിൻ്റെ കാരണങ്ങളാവാം. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായുമാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈചാദ്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ.
അപ്പോൾ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.